നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് മൊഡ്യൂൾ 3 ട്രീസ് ആണ്. എ ഗ്രാഫ് G ഈസ് കോൾഡ് എ ട്രീ ഇഫ് ഇറ്റ് ഈസ് കണക്റ്റഡ് ആൻഡ് ഹാസ് നോ സൈക്കിൾസ്. കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രാഫാണ്, അതായത് എല്ലാ എഡ്ജസും കണക്റ്റഡ് ആണ്, അതുപോലെ തന്നെ സൈക്കിൾസ് ഒന്നുമില്ല, സർക്യൂട്ട്സ് ഒന്നും ഫോം ചെയ്യുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള ഗ്രാഫിനെയാണ് ഒരു ട്രീ എന്ന് പറയാം. ഇനി നെക്സ്റ്റ് നമുക്ക് ഫോറസ്റ്റ് എന്താണെന്ന് നോക്കാം. ആൻഡ് ആ സൈക്ലിക് ഗ്രാഫ് പോസിബിളി ഡിസ്കണക്റ്റഡ് ഗ്രാഫ് വിത്ത് കമ്പോണൻസ് കോൾഡ് ട്രീസ് ആർ നോൺ ആസ് ഫോറസ്റ്റ്. ട്രീസിൻ്റെ കമ്പോണൻസ് ആയിട്ട് കൂടിച്ചേരുന്ന ഡിസ്കണക്റ്റഡ് ഗ്രാഫാണ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്കതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു വേർട്ടെക്സ് ഉള്ള ഒരു ട്രീ ആണ് ഈ കാണുന്നത്. അതിനെന്തായിരിക്കും, എഡ്ജ് ഉണ്ടാവില്ല. n=1 =0 ആയിരിക്കും. 2 വേർട്ടീസസ് ഉണ്ടെങ്കിൽ എഡ്ജ് 1 ആയിരിക്കും. T3യിൽ 3 വേർട്ടീസസ് ആണുള്ളത്. നമ്പർ ഓഫ് എഡ്ജ് എന്ന് പറയുന്നത് 2 ആണ്. T3 പോലെ തന്നെ 3 വേർട്ടീസസ് ഉള്ളൊരു ട്രീ ആണ് T4ലും വരച്ചിട്ടുള്ളത്. ഈ 4 എക്സാമ്പിളും സൈക്കിൾസ് ഒന്നും തന്നെ ഫോം ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഇതൊരു ട്രീ ആയി മാറിയത്. ഇനി നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ട്രീസ് എന്താണെന്ന് നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് ട്രീസ് ചോദിക്കുകയാണെങ്കിൽ ഈ തിയറംസ് ആണ് എഴുതേണ്ടത്. പിന്നെ അതല്ലാതെ ഓരോ തിയറത്തിൻ്റെയും പ്രൂഫും സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാം. ഫസ്റ്റ് തിയറം നോക്കാം. എ ഗ്രാഫ് ഈസ് എ ട്രീ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദർ ഈസ് എക്സാക്ട്ലി 1 പാത്ത് ബിറ്റ്വീൻ എവരി പെയർ ഓഫ് വേർട്ടീസസ്. ഒരു ഗ്രാഫ് ട്രീ ആവണം എന്നുണ്ടെങ്കിൽ ഓരോ വേർട്ടീസസിൻ്റെ ഇടയിലും ആകെ ഒരു പാത്ത് മാത്രമേ പാടുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആയതുകൊണ്ട് തന്നെ നമുക്ക് 2 പാർട്ടും പ്രൂവ് ചെയ്ത് കാണിക്കേണ്ടി വരും. ഫസ്റ്റ് ലെറ്റ് us assume that there is exactly 1 path between 2 vertices in a graph. അങ്ങനെയുള്ളൊരു ഗ്രാഫ് നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എന്നിട്ട് അതിൽ നിന്ന് പ്രൂവ് ചെയ്യേണ്ടത് ഗ്രാഫ് ഈസ് എ ട്രീ ആണെന്നാണ്. ട്രീ ആവണമെങ്കിൽ സൈക്കിൾസ് ഉണ്ടാവരുത്. So let us assume that G has a cycle. If G has a cycle, then there will be more than 2 paths between 2 vertex, which is not possible. Hence our assumption is wrong as it creates a contradiction. Therefore G do not have a cycle. Therefore the graph is a tree. Okay അല്ലേ? നമ്മൾ ഫസ്റ്റ് അസ്യൂം ചെയ്തു there is exactly 1 path between every pair of vertices. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഗ്രാഫിന് സൈക്കിൾസ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യുന്നു. സൈക്കിൾസ് ഉണ്ടെങ്കിൽ there will be more than 2 paths, which is a contradiction. Hence our assumption is wrong. The graph has no cycles. സൈക്കിൾസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ therefore the graph is a tree. ഇനി നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ കോൺവേഴ്സ് അസ്യൂം ചെയ്യുന്നു. ഗ്രാഫ് ഈസ് എ ട്രീ. ഓക്കെ അല്ലേ? ആൻഡ് അസ്യൂം ദാറ്റ് there is 2 paths between a pair of vertices U and V in G, say P and P dash. Then P union P dash will gives us a cycle, which is not possible in a tree. It forms a contradiction. Hence there will be exactly 1 path between every pair of vertices. Okay അല്ലേ? ട്രീ ആണെന്ന് അസ്യൂം ചെയ്തു. അതേ നമ്മൾ അസ്യൂം ചെയ്തത് മോർ ദാൻ 1 പാത്ത് ഉണ്ടെന്ന്. മോർ ദാൻ 1 പാത്ത് ഉണ്ടെങ്കിൽ അതിന് യൂണിയൻ നമുക്ക് കിട്ടുന്ന ഒരു സൈക്കിൾ ആയിരിക്കും. As trees do not have a cycle, it forms a contradiction. Therefore we can say that there is exactly 1 path between every pair of vertices. ഇനി നമുക്കൊരു സെക്കൻഡ് തിയറം കൂടെ നോക്കാം. എ ട്രീ വിത്ത് n vertices has n-1 edges. ഇത് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്തിട്ടാണ്. n=1 നമുക്കറിയാം, e=0 ആണ്, അതായത് n-1 ആണ്. n=2 ആണെങ്കിലും നമ്മൾ നേരത്തെ എക്സാമ്പിൾ കണ്ടു e=1 ആണ്. n=3 ആണെങ്കിൽ e=2 ആണ്. സോ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ചിട്ട് ആസ് ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ n=1, n=2 and n=3, we are assuming that the result is true for less than n vertices also. എന്നിട്ട് നമ്മൾ we are taking a tree with n vertices and e edge. Consider u and v be a vertex in that tree and it had an edge e1. And if we are removing that e1, the graph will get disconnected. The tree will get disconnected as it has only 1 path between every pair of vertices. If we remove that edge, then the tree will get disconnected into 2 components, T1 and T2, which is a tree. So let T1 be the first tree and T2 be the second tree. N1 be the number of vertices in T1 and N2 be the number of vertices in T2. Then we can know that the maximum number of edges possible in T1 is n1 minus 1
is n2 minus 2. As we know that maximum possible degree in a tree is n minus 1. So the total number of edges equal to n1 minus 1 plus n2 minus 1 plus 1. That is a disconnected edge. Okay, so and we are removing only the edge, so the number of vertices remains the same. That is n1 plus n2 equal to n. In that case, we will get n minus 1 equal to e. That is, by the principle of mathematical induction, we assume that this is true for less than n vertices. Then we are considering a tree with n vertices and e edges. Let's say u and v be vertices in that tree with an edge e1. If we are removing the edge e1, the tree will get disconnected into two components, say t1 and t2, and say that t1 has n1 vertices and t2 has n2 vertices. These both are trees. So the maximum edges incident on it, maximum degree will be, we know that by equation a tree has n minus 1 edges. So there will be n1 minus 1 plus n2 minus 1 plus 1, the disconnected edge, equal to e. We know that as we are removing only the edge, the vertex number remains the same. So n1 plus n2 equal to n. Therefore, by solving, we get n minus 2 plus 1 equal to e, that is n minus 1 equal to e. Thus, proved.